എർട്ടിക നോക്കി നടക്കുന്നവരിത് 2023 എർട്ടിക ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ല കിണ്ണങ്കാച്ചി വണ്ടി, നല്ല കിളിക്കുഞ്ഞെന്നൊക്കെ പറയില്ലേ, ആ രീതി കിടക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ക്വാളിറ്റി നോക്ക്. നമ്മൾ ഷോറൂമിലൊക്കെ പോയി പുതിയ വണ്ടിയാണല്ലോ എർട്ടിക, ആ രീതിയിലാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. 2023 മോഡലാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് മാത്രമല്ല സ്മാർട്ട് ഹൈബ്രിഡാണ്. മൈലേജൊക്കെ തിരക്കില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. കിലോമീറ്റർ ജസ്റ്റ് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് അടുത്ത ഹൈലൈറ്റ്. 18,000 കിലോമീറ്റർ ഓടിക്കണ എർട്ടിക നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? എങ്ങും കാണാൻ പറ്റില്ല. ഇവിടെ ഉണ്ട് സംഭവം. അപ്പോൾ പുതിയ എർട്ടിക അല്ലെങ്കിൽ പുതിയ 7 സീറ്റർ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ധൈര്യമായിട്ട് ഈ വണ്ടി ഒന്ന് കണ്ടിട്ട് വേറെ പുതിയ വണ്ടിയിലേക്ക് പോയാൽ മതി. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ വാഹനങ്ങൾ നോക്കിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ അത്രയ്ക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി നിങ്ങളുടെ വണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോയേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2023 മോഡലുണ്ട് വണ്ടി. ആ കൂടാതെ തന്നെ IDV നിലവിൽ 7,82,000 രൂപ IDV നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോണൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ടിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ പാസ്സാക്കി എടുക്കാൻ പറ്റും. അതാണ് വേറൊരു ഹൈലൈറ്റ്. ഇതിൻ്റെ കറക്റ്റ് വിലയും കാര്യങ്ങളും ഞാൻ ഇതിൽ പറയാം, പക്ഷേ ഞാൻ IDV ആണ് പറഞ്ഞത്. ആ കൂടാതെ തന്നെ ഇതിൻ്റെ 1500 cc ആണ് എർട്ടിക വരുന്നത്. അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊന്നും കട്ടി വണ്ടി ഒന്ന് കണ്ടേക്കാം. ഫുള്ള് ഇന്ത്യ സക്സസ് കാണിക്കേണ്ട. അതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് എർട്ടിക. എർട്ടിക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി മോഡൽ നല്ല രീതിയിൽ കൂടിയ വണ്ടിയാണ്. 2023 മോഡൽ കിടക്കണം. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിട്ടുന്ന വണ്ടി. സ്മാർട്ട് ഹൈബ്രിഡാണ്. വണ്ടിയുടെ ബോഡി ക്വാളിറ്റി നോക്കാം. ഒരു രീതിയിലുള്ള പൊട്ടിക്കൊരു സ്ക്രാച്ച് നോക്കി വാങ്ങാൻ തരുന്നില്ല. അത്രയ്ക്ക് നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്ന എർട്ടികയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് പോർഷനൊക്കെ നോക്കാം. അതേപോലെ പവർ ലൈൻസും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വണ്ടി. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് പോകാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ വീലാർസിലേക്ക് പോകാം. വീലാർസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം. ഇവിടെ ഇൻഷുറൻസും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫോഗ് ലാംപ്സ് ഇല്ല. വീലിൽ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെയും ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വിലാസിലേക്ക് പോകാം. ഈ വിലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. അതേപോലെ 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വിലാസിലേക്ക് പോകാം. വിലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ, എല്ലാം പറയാനുള്ള. പെട്രോൾ ആണെന്നറിയാൻ വേണ്ടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ ഈ ഫോക്കസ് വരുന്നില്ല. ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 2 ഡോറായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഡോർ പാഡ്സ് നോക്കാം. ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സിലേക്ക് പോകാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നല്ല വൃത്തി തന്നെ ഡാഷ്ബോർഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ AC വെൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. റൂഫ് നോക്കാം. AC ആ ഒരു എക്സ്ട്രാ കൺസോളും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വായിക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും ഡോർ പാഡ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ മിഡിൽ നമുക്ക് ആ ഒരു സീറ്റ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. AC വെൻറ്റ് മുകളിലാണ് കേട്ടോ, അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തേർഡ് റോയിൽ കവർ പോലും പൊട്ടിച്ചുള്ള അത്രയ്ക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ വിനയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട. എല്ലാ രീതിയിലും വണ്ടി ലോഡഡാണ്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ലിവറിന് വലിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. പക്ക ക്വാളിറ്റി എഞ്ചിനാണ്. പുത്തൻ വണ്ടി എങ്ങനെയാണ് കാണുന്നത് ആ രീതിയിലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമുക്ക് പേസ്റ്റിനെയും കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പേസ്റ്റ്. പൊടിക്കൊരു അഴുക്കോലുമില്ല, അതാണ് വേറൊരു കാര്യം. അത്രയ്ക്ക് ഫ്രഷാണ് വണ്ടി. ഇവിടെയും ബാറ്ററിയൊക്കെ നോക്കാം. ഇവിടെ പേസ്റ്റിങ്ങൊക്കെ നോക്കാം. ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ലിഡ് ഒന്ന് അപ്പ് ചെയ്യാം.
ഇവിടെ ഫ്രഷ് സീറ്റ്സാണ് നമുക്ക് കാണാൻ പറ്റും. ന്യായമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് വണ്ടി തരുന്നുണ്ട്. ഇത് നമുക്ക് പേസ്റ്റിംഗ് എഡ്ജസ്റ്റിലേക്കൊന്ന് പോയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ഇവിടെ എന്താ സംഭവം നോക്കാം. ഇവിടെ കാര്യമായിട്ട് ചെറിയ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ടയർ നോക്കാം. ടയറും കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നമുക്ക് ടയറിലും കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്കിനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു എർട്ടിഗ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിസ്സാക്കേണ്ട VXI ഓപ്ഷൻ നിൽക്കണം. സ്മാർട്ട് ഹൈബ്രിഡിൽ വന്നേക്കണം. 18,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കണം. ഈ ഒരു എർട്ടിഗ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെട്രോളാണ്, ഹൈബ്രിഡോ കാര്യങ്ങളൊന്നുമല്ല. ഹൈബ്രിഡ് വെച്ച് ഉദ്ദേശിച്ച് ഡ്യുവൽ ഫ്യൂലൊന്നുമല്ല, പ്യുവർ പെട്രോളിൽ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എർട്ടിഗയുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9,90,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. 23 മോഡലുണ്ട്. അതുകൊണ്ട് ഇവിടെ എടുത്ത് പറയാം. വാഹനം ഫുൾ കണ്ടിട്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്തേക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജോ കോളോ കാര്യങ്ങളോ ചെയ്തേക്കാം. റിപ്ലൈയും കാര്യങ്ങൾ തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.